വെൽക്കം ബാക്ക്. ഇന്ന് ഗ്രോ ദ ഫൺഗായ് എന്ന് പറഞ്ഞിട്ടുള്ള മഷ്റൂം ഗ്രോ കിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഒരു സൂപ്പ് റെസിപ്പിയാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 8 days കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മഷ്റൂമാണ്. ഇതിനെ നമ്മൾ നന്നായി കഴുകി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തു. ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ചെറുതാക്കിയോ വലുതാക്കിയോ എങ്ങനെ വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ വലുപ്പത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഒരു ഓണിയനാണ് ഇതിലേക്ക് വേണ്ടത്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് വേണ്ടത്. ഞാനിവിടെ തീരെ ചെറുതായിട്ടല്ല അരിയുന്നത്, കുറച്ചൊരു കടിക്കാൻ പാകത്തിനായിട്ടാണ് അരിയുന്നത്. പിന്നെ ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി വേണം. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും 2 സ്പൂണോളം മൈദപ്പൊടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാനോ എന്തെങ്കിലും പാത്രം എടുത്തതിന് ശേഷം ഒരു സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് ബട്ടർ എടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു ഉള്ളിയും 5-6 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ടുക. ഒന്ന് അതിൻ്റെ കളർ മാറുന്ന വരെ, ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം ഈ മുറിച്ച് വെച്ച മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഉള്ളി വല്ലാതെ വെന്ത് പോകരുത്, ഒന്ന് വഴലാനേ പാടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കണം. മഷ്റൂം ഇട്ട് കൊടുത്ത് ഒന്ന് അത് ചൂടായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും, അതായത് അവരവരുടെ എരിവിനും ഉപ്പിനൊക്കെ പാകത്തിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. മൈദ കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒരു 4-5 മിനിറ്റ് വേവിക്കണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറി ഒന്ന് തിക്കായി വരും. വേണമെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കാവുന്നതാണ്. ഇനി അങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്